മെയ് 25 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ മേരി മഗ്ദലേന ദെ പാസി, വിശുദ്ധ ബീഡ്, വിശുദ്ധ ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പ, വിശുദ്ധ മേരി മഗ്ദലേന സോഫിയെ ഭാരത്, വിശുദ്ധ ഡൈനീഷ്യസ്, വിശുദ്ധ ഡുൻചാഡ്, വിശുദ്ധ എജിൽഹാർഡ്, വിശുദ്ധ ജന്നാദിയൂസ്. വിശുദ്ധ മേരി മഗ്ദലേന ദെ പാസി 1566-1607 കാലഘട്ടത്തിലാണ് വിശുദ്ധ മേരി മഗ്ദലേന ദെ പാസി ജീവിച്ചിരുന്നത്. ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ സഹിക്കുക എന്ന ത്രേസ്യ പുണ്യവതിയുടെ മുദ്രാവാക്യം തിരുത്തിക്കൊണ്ട് മരിക്കാതെ സഹിക്കുക എന്നെഴുതിയ ഒരു കർമ്മലീത്ത സഹോദരിയാണ് മേരി മഗ്ദലേന ദെ പാസി. അവൾ 1566 ഫ്ലോറൻസിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. കാതറിൻ എന്നായിരുന്നു ജ്ഞാനസ്നാനനാമം. 10ാമത്തെ വയസ്സിൽ നിത്യകന്യകാത്വം നേർന്ന കാതറിൻ 16ാമത്തെ വയസ്സിൽ ഫ്ലോറൻസിൽ കർമ്മലീത്ത മഠത്തിൽ ചേർന്നു. ഒരു കൊല്ലത്തെ നൊവീഷ്യേറ്റ് കഴിഞ്ഞപ്പോൾ മരണകരമായൊരു രോഗം പിടിപ്പെട്ടതിനാൽ രോഗശയ്യയിൽ കിടന്ന് വ്രതവാഗ്ദാനം ചെയ്തു. ഉടനടി 2 മണിക്കൂർ നേരത്തെ സമാധിയുണ്ടായി. അടുത്ത 40 പ്രഭാതങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം 2 മണിക്കൂർ സമാധി ആവർത്തിച്ചു. ദൈവൈക്യം അനുഭവിച്ചുകൊണ്ടിരുന്നു. ജ്ഞാനപിതാവിന്റെ നിർദ്ദേശപ്രകാരം സിസ്റ്റർ മേരിയുടെ അനുഭവങ്ങൾ ഒരു സെക്രട്ടറി എഴുതിക്കൊണ്ടിരുന്നു. 6 വർഷം കൊണ്ട് 5 വലിയ ഗ്രന്ഥങ്ങൾ എഴുതി തീർത്തു. ആദ്യത്തെ 3 വാല്യങ്ങളിൽ 1584 മെയ് 27 തീയതി മുതൽ 1585 പെന്തക്കോസ്ത വരെയുള്ള ഭൗതിക അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പെന്തക്കോസ്ത ആഴ്ചയിലുണ്ടായ കഠിന പരീക്ഷകളാണ് 4ാം വാല്യം. 5ാം വാല്യത്തിൽ വിശുദ്ധയുടെ എഴുത്തുകളും വേറൊരു വാല്യത്തിൽ സന്യാസ രൂപവൽക്കരണത്തിന് അവൾ നൽകിയ ഉപദേശങ്ങളും ചേർത്തിരിക്കുന്നു. അസാധാരണ കാര്യങ്ങൾ അവൾക്ക് സാധാരണ കാര്യങ്ങൾ പോലെ ആയിരുന്നതുകൊണ്ട് അത്ഭുത കാഴ്ചകൾ മാത്രമേ മേരിക്കുണ്ടായിരുന്നുള്ളൂ എന്ന് ചിലർ കരുതും. അത്ര കണ്ട് ഭാവി പ്രവചിക്കാനും ഹൃദയം വായിക്കുവാനും അവൾക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഘോരമായ ആത്മീയ ശുഷ്കതയും ആ സന്യാസ സഹോദരി അനുഭവിച്ചിട്ടുണ്ട്. ഭീകര പരീക്ഷകൾക്ക് വിധേയായിട്ടുണ്ട്. ശാരീരിക വേദനകളും സുലഭമായിരുന്നു. തന്നിമിത്തം 41ാമത്തെ വയസ്സിൽ 1607 അവൾ മരിച്ചു. 1025 വിശുദ്ധയെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്നേ ദിവസം ഈ വാക്കുകൾ നമുക്ക് വിചിന്തനം ചെയ്യാം. സഹോദരിമാരോട് അവൾ പറഞ്ഞ അന്തിമ വചസ്സുകൾ കേട്ടാലും, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന അവസാനത്തെ കാര്യം, കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന ഏക സംഗതി ഇതാണ്: നിങ്ങൾ ഈശോയെ മാത്രം സ്നേഹിക്കുക, അവിടുന്ന് മാത്രം ശരണം വയ്ക്കുക. അവിടുത്തോടുള്ള സ്നേഹത്തെ പ്രതി അനസ്യൂതം സഹിക്കാൻ പരസ്പരം പ്രോത്സാഹിപ്പിക്കുക. വിശുദ്ധയായ മേരി മഗ്ദലേന ദെ പാസിയെ അവിശ്വാസികളായി ഈ ലോകത്ത് നിരീശ്വരവാദത്തിലും മറ്റ് മന്ത്രവാദങ്ങളിലും അകപ്പെട്ട് ജീവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.